ഏകാന്തതയിൽ എന്താ പറയണ്ടത്, എനിക്ക് കവിഭാവന ഒന്നും അറിയില്ല, കവിതയോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, സാഹിത്യമില്ല. എന്നാലും ചേച്ചിയുടെ കവിതകൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. ചൊല്ലി കേൾക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അപ്പോഴാണ് കൂടുതൽ ആസ്വാദ്യകരമാവാറ്, അർത്ഥങ്ങൾ അറിയാറോ അല്ലെങ്കിൽ ശ്രമിക്കാറുള്ളത്. അപ്പൊ എനിക്ക് കവിത കേട്ടപ്പോൾ തോന്നിയത് ശരിയാണ്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരും ആ ഒരു പ്യൂപ്പയ്ക്കുള്ളിലാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ നമുക്കങ്ങനെ ചെയ്യാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. സ്വാഭാവികമായിട്ടും പഴയ കാലത്തെ ഒരു ഫെമിനിസത്തിന്റെ ടച്ചിൽ പറഞ്ഞാലല്ലേ, അടിച്ചൊതുക്കലിന്റെ ഒരു അല്ലെങ്കിൽ അടിച്ചമർത്തലുകളുടെ ഒരു പ്യൂപ്പയിലാണ് നമ്മളിപ്പോൾ കുരുങ്ങി കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പൊട്ടിച്ച് ഇനി കുറെ പേരും കൂടി ഇങ്ങോട്ട് വരാനുണ്ടായിരുന്നു. സത്യത്തിൽ അവരവിടെ പ്യൂപ്പയിൽ തന്നെ കുടുങ്ങി കിടക്കാന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത യോഗത്തിലെങ്കിൽ അവർ എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏകാന്തതയുടെ തടവറകളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ഈ എടപ്പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള വനിതാ കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും ഒരേ മനസ്സോടെ ഒന്നിച്ചു മുന്നോട്ട് നീങ്ങിയാൽ ഗംഭീര പരിപാടിയാക്കിയിട്ട് നമുക്കത് മാറ്റാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഏറ്റവും നല്ലൊരു മോട്ടിവേഷനാണ് സിന്ധു ചേച്ചി ഇവിടെ നൽകിയത്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ ഉപഹാരം സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചെറിയ മറുപടി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചെറിയ സദസ്സാണെന്ന് പറഞ്ഞത് എനിക്ക് വലിയൊരു സദസ്സ് തന്നെയാണ്. ഇവിടേക്ക് വരാൻ ഞാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്നെ 1ാം ക്ലാസ് പഠിപ്പിച്ച എന്താ പറയുക മീനാക്ഷി ടീച്ചർ, അതുപോലെ ഞങ്ങളുടെ ഹെഡ് മാഷായിരുന്ന രാമകുട്ടി മാഷ്, അതുപോലെ ഗോവിന്ദകുട്ടി മാഷ്, അതുപോലെ കരുണാകരൻ മാഷ്, പ്രഭാകരൻ മാഷ് കൊപ്പ സ്കൂളിൽ പഠിപ്പിച്ച, അതുപോലെ തന്നെ ഇപ്പൊ ജയകൃഷ്ണൻ മാഷ്, പുതിയ തലമുറയിലെ എല്ലാവരുടെയും സാന്നിധ്യമുള്ളൊരു മണ്ണിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഒരു അവാർഡ് തന്നെയാണ്. അല്ലാതെ ഇതൊട്ടും പ്രാധാന്യമില്ലാത്തൊരു പരിപാടിയല്ല. ഇന്നിപ്പോൾ എനിക്ക് ഹയർ സെക്കൻഡറിയിലൊരു NSS ക്യാമ്പിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അത് അടുത്ത് തന്നെയായിരുന്നു, പോകാനൊക്കെ സുഖമാണ്. പക്ഷെ ഇതെനിക്ക് എൻ്റെ വരുന്ന അതിനേക്കാളൊക്കെ മീതെയാണ് എനിക്കൊരു അവാർഡ് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ്. അവരുടെ സാന്നിധ്യം എനിക്കും ആ ഗുരുത്വം എനിക്ക് ഉണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത്. വളരെ നന്ദി സിന്ധു ചേച്ചി.